സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 10 വയസ്സുകാരിയായ മലപ്പുറം അരീക്കോട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രോഗിയെ കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ രോഗികളുടെ എണ്ണം എത്രയായിട്ടുണ്ട്? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ചികിത്സയിൽ ഇരിക്കുന്നവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അഖില, തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ദിനം പ്രതി ആളുകളുടെ എണ്ണം കൂടുന്നു, ഈ രോഗികളായ ആളുകളുടെ എണ്ണം കൂടുന്നു, സ്ഥിരീകരിക്കപ്പെടുന്നു. അത് മാത്രവുമല്ല, പല ആളുകൾക്കും ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട് എത്തുന്ന മറ്റു പലർക്കും, പ്രായമേറിയ ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ ഈ രോഗം ഗുരുതരമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ ജലാശയങ്ങളിൽ നിന്നാണ്, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്നാണ് ഇത് പകരുക. ഈ അമീബിയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നുള്ള കിണറിലെ വെള്ളം, അതേപോലെ തന്നെ കുളങ്ങളിലൊക്കെ തന്നെ ഇത്തരം അമീബയുടെ സാന്നിധ്യമുണ്ട് എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഇത്തരം രോഗികളെ സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം, കിണറായാലും കുളങ്ങളായാലും, അത് ശുചീകരിക്കുക എന്ന മാത്രമാണ്, ഇപ്പോൾ ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കുക മാത്രമാണ് പ്രാഥമികമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ. മാത്രവുമല്ല, ഇത്തരം രോഗവുമായി എത്തുന്ന ആളുകളെ കൃത്യമായി പരിശോധിക്കുകയും അവരെ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് അസുഖങ്ങളുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ അത്തരം പ്രതിരോധ സംവിധാനം ഇല്ലാത്ത ആളുകളാണ് അപകടത്തിലേക്കും മരണത്തിലേക്കൊക്കെ പോകുന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാളെ കൂടി പോസിറ്റീവായിരിക്കുകയാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.